ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എപ്പിസോഡിനേക്കാൾ ഉപരിയായി ലൈവിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. രാവിലെ തന്നെ ചെറിയ നാരദനും വലിയ നാരദനും തമ്മിലുള്ള സംസാരമാണ്. ചെറിയ നാരദൻ എന്ന് പറയുന്നത് സാബുമാനും വലിയ നാരദനായ ഷാനവാസുമാണ് സംസാരം. ചർച്ച അക്ബർ, നെവിൻ എന്നിവരായിരുന്നു. ഇവരുടെ ഗ്യാങ് ഒക്കെ തകരാനുള്ള കാരണം പൂർണ്ണ ഉത്തരവാദി ഞാനാണ് എന്നാണ് ഷാനവാസ് പറയുന്നത്. ഇത് കേട്ടിരിക്കാൻ സാബുമാനും. അതിനുശേഷം ബിഗ് ബാങ് വീക്കിലെ ടാസ്ക്കാണ് നടന്നത്. അടിപൊളി ടാസ്ക് ആയിരുന്നു. പലരും പേടി കൊണ്ട് മാറി നിന്നപ്പോൾ അക്ബർ ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ആദില ആയിക്കോട്ടെ, എന്തിന് നെവിനെ ആയിക്കോട്ടെ, നെവിൻ വിചാരിച്ചത് ഇത് ബിഗ് ബാങ് വീക്കിലെ ടാസ്ക് അല്ല എന്ന് പറഞ്ഞ് നെവിൻ അടക്കം എണീച്ചു നിന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടാസ്കിൽ പങ്കെടുത്ത് വിജയികളാവുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ വിന്നേഴ്സ്. അത്രയും ചലഞ്ചിങ് ആയ ടാസ്ക് ആയിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ ആ സമയം വിറ്റായി പോവുക. അങ്ങനെയുള്ള ഒരു ചലഞ്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ 3 പേരാണ് മുന്നോട്ട് വന്നത്. എന്നിട്ട് അവർ നല്ല ഭംഗിയായിട്ട് ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ സാബുമാനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഷാനവാസിനെ പോലെയുള്ളവർ പറയുന്നുണ്ട് നമുക്കും ഇത് ചെയ്യാമായിരുന്നു എന്ന്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ചലഞ്ചും നേരിട്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നതാണ് അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ടാസ്ക്. ഈവൻ ഞാനിപ്പോൾ ഒരു അക്ബറിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അയാൾ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് എന്നെ എന്നാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അക്ബർ ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ആദില ആയിക്കോട്ടെ, അവരവരുടെ വോട്ടിംഗ് ബാങ്കിനെ കുറച്ചും കൂടെ എൻ്റർടൈൻ ചെയ്യിക്കാൻ ഈ ടാസ്കിലൂടെ ശ്രമിച്ചു എന്ന് പറയേണ്ടതായിട്ട് വരും. ഈവൻ ബിഗ് ബോസ് അടക്കം പറഞ്ഞു ധൈര്യശാലികളായ കണ്ടസ്റ്റൻസ് എന്ന്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് നൂറയെക്കുറിച്ചാണ്. ബിഗ് ബോസ് ഹൗസിൽ നൂറയെ മുഴുങ്ങിക്കേട്ടത് ഈ ആഴ്ചയിലാണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഷാനവാസ് ഇക്കയോട് മാത്രമാണ് നൂറ സംസാരിക്കുന്നത്. നൂറ ഇന്ന് അനുമോളെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞ നൂറയുടെ സ്വഭാവം. ഇതാ കേട്ടോളൂ. നമ്മൾ ഒരാളോട് നല്ല രീതിയിലല്ലെങ്കിൽ അവരെക്കുറിച്ച് പലതും ചിന്തിച്ചു കൂട്ടും. നമ്മൾ അവരെക്കുറിച്ച് തോന്നിയത് സംസാരിക്കും. തിരുത്തണമെങ്കിൽ അവർ ഇങ്ങോട്ട് വരണമെന്നാണ് നൂറയുടെ ഭാഷ്യം. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അക്ബറിനെയാണ്. അക്ബറിനെ കുറിച്ച് എന്തൊക്കെ വേണ്ടാധീനമാണ് ഇവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ബോഡി ഷെയ്മിങ് ചെയ്യുക, വ്യക്തിഹത്യ ചെയ്യുക, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിൽ. എന്നിട്ട് തിരുത്തണമെങ്കിൽ അവർ വിചാരിക്കണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് നൂറയ്ക്ക് അങ്ങനെ വിചാരിച്ചുകൂടാ? അവരുടെ കൂടെ പോയിരുന്ന് സംസാരിച്ചുകൂടാ? നൂറ അവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറയുടെ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ഈ ഹേറ്റഡ് വീണ്ടും സംസാരിക്കുക. വീണ്ടും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും അതിനെ പൊലിപ്പിക്കുക. അല്ലാതെ അവരെ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല നൂറ. ഇന്ന് നൂറയുടെ സ്വഭാവം കാണിക്കുന്ന വേറൊരു സിറ്റുവേഷനും കൂടെ നടക്കുന്നുണ്ട്. ഇന്ന് നെവിൻ നൂറയോട് പറയുന്നുണ്ട് ഈ ആഴ്ച ഞാൻ പോവില്ല, കാരണം ഈ ആഴ്ചത്തേക്ക് ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. മറ്റൊരവസരത്തിൽ നെവിൻ പറയുന്നത് ആദിലയും ഞാനുമാണ് ഈ ആഴ്ച പോകുന്നത് എന്നാണ്. അപ്പം നൂറ കൺഫ്യൂസ്ഡായി, ഇവൻ എന്താ ഇങ്ങനെ? അപ്പം നെവിൻ തന്നെ പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. അപ്പം ആ ഒരു കലിപ്പിൽ നൂറ നേരെ പോകുന്നത് ഷാനവാസിൻ്റെ അടുത്തേക്കാണ്. എന്തിനായിരിക്കും ഷാനവാസിൻ്റെ അടുത്തേക്ക് പോകുന്നത്? നെവിനായിട്ട് ഏറ്റവും കലിപ്പുള്ള വ്യക്തിയാണ് ഷാനവാസ്. അവിടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ നെവിനൊക്കെ എന്നേ പോകേണ്ടതായിരുന്നു എന്ന്. അത്രയും ഫിസിക്കൽ അഗ്രഷൻ ഉള്ള ഒരാളാണ് അവിടെ പറയുന്നത് എന്ന് ഓർക്കണം. പിന്നെ ബിഗ് ബോസിൻ്റെ സപ്പോർട്ട് ഷാനവാസിനുള്ളതുകൊണ്ട് ചിലപ്പം പറഞ്ഞു വിട്ടേക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നൂറയുടെ ക്യാരക്ടറിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്തേക്ക് പോയി? അത് പോകാനുള്ള കാരണം ഷാനവാസാണ് നെവിനായിട്ട് ഇടഞ്ഞു നിൽക്കുന്നത് എന്ന് നൂറയ്ക്ക് വ്യക്തമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഈ കാര്യം ഒന്നുകൂടെയും പറഞ്ഞ് പൊലിപ്പിക്കുക. ഇതാണ് ഷാനവാസിൻ്റെയും പെങ്ങന്മാരുടെയും സ്വഭാവം എന്ന് പറയുന്നത്. ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ ആരാണോ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന ആളോട്, അയാളോട് പോയിട്ട് ആ ദേഷ്യത്തിൻ്റെ കാര്യം പറയും. അപ്പം അവരിവരും തമ്മിൽ ആ ഒരു സംസാരം ഉണ്ടാവും. ഇത് നാട്ടുകാർ കാണും. പിന്നെ ഇന്നൊരു ഡെയിലി ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു, തൊട്ടാൽ പൊട്ടി എന്ന് പറഞ്ഞ ടാസ്ക്. അത് ഷാനവാസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതുപോലെ ഒരു ഡെയിലി ടാസ്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പരസ്പര വിരുദ്ധമായി സംസാരിക്കുക എന്നത് അത് അക്ബറാണ് തൂക്കിയത്. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു.